ഇന്ന് നമുക്ക് അറേബ്യൻ റൈസായ ചിക്കൻ മധുഹൂദ് തയ്യാറാക്കാം. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ഇത് തയ്യാറാക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 3 സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും 1/4 സ്പൂൺ ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി ഗോൾഡൻ നിറമാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും 5 പച്ചമുളകും കുറച്ച് സ്പൈസസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ക്യാപ്സിക്കം കട്ട് ചെയ്തതും 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അറേബ്യൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഗരം മസാല ആയാലും മതി. 2 മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ജാറിലേക്ക് 2 തക്കാളിയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ച് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് 5 മിനിറ്റ് മസാലയൊക്കെ പിടിക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരി എടുക്കുന്ന പാത്രത്തിന് 1.5 പാത്രം വെള്ളം എടുത്ത് അതിൽ നിന്നാണ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇനി ഇത് തുറന്നതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് 2 മണിക്കൂർ കുതിർത്ത് വെച്ച് സെല്ല റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വീണ്ടും ഒരു വിസിൽ കൂടെ കേൾപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴും നല്ല അടിപൊളി ടേസ്റ്റി ചിക്കൻ മധുഹൂദ് തയ്യാറായിട്ടുണ്ട്.